ടൂർണമെന്റ് ഇൻ ദ സെൻസ് മീൻസ് ടൂർണമെന്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വിത്തിൻ ടി വി ആണ്. ടി വിയുടെ അകത്ത് തന്നെ ഉള്ള ഒരു ടൂർണമെന്റ് ആണ്. സ്റ്റേഡിയം ടൂർണമെന്റ് ആണ്. 4 vs 4 ഫോർമാറ്റിൽ നാളെ നമ്മളൊരു ടൂർണമെന്റ് നടത്തുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് കൂടി ആവാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അത് നടത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് കുറവാണ് എന്ന്, കുറവെന്നല്ല, എല്ലാവരും പ്രാക്ടീസിങ് അല്ലല്ലോ, കുറച്ച് പേരൊക്കെ കുറച്ച് ഉഴപ്പുന്നതായിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു ഒരു പ്രൈസ് വെച്ചിട്ട് അതിനൊരു TD ടൂർണമെൻ്റ് ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം നാളെ ആയിരിക്കും ടൂർണമെൻറ്റ് നടന്നത്. നാളെ ഞാൻ എൻ്റെ ചാനൽ നടത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നാളെ ഇപ്പോൾ തൽക്കാലം വെജിറ്റയുടെ ചാനലായിരിക്കും വരുന്നത്, റൂട്ടറിലായിരിക്കും. കാരണം അവന് കുറച്ച് ഇതുകൊണ്ട്, കുറച്ച് എന്തുവാണ് ടാർഗറ്റ് കംപ്ലീറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തൽക്കാലം നാളത്തെ ഡേ അവൻ്റെ ലൈവിലായിരിക്കും, അവൻ്റെ ചാനലായിരിക്കും എന്തായാലും ചെയ്യുന്നത്, അവൻ്റെ റൂട്ടർ ചാനലായിരിക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 5 to 5, 5 മണി, 5 മണി ഒരു 5:30 ആ ടൈമിനായിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എന്തായാലും എക്സാക്ട് ടൈം നാളെ എന്തായാലും ഇന്ന് രാത്രി ഒരു സ്റ്റോറിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ തോന്നുന്നു. അതിൻ്റെ പോസ്റ്റർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല, ഇപ്പോൾ രാത്രി കിട്ടും. ഇപ്പോൾ രാത്രി തന്നെ ഞാൻ പോസ്റ്ററിൽ അപ്ഡേറ്റ് ചെയ്യാൻ ടൈം ഇപ്പോഴാണെന്നുള്ളത്. പ്രോ സ്ട്രീം ഒന്നുമല്ല ഗൈസ്, പ്രോ സ്ട്രീം ഒന്നുമല്ല, നോർമൽ സ്ട്രീം തന്നെയാണ്, പ്രോ സ്ട്രീം ഒന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് പ്രോ സ്ട്രീം, പക്ഷേ ആ ഒരു സെൻസിൽ ചെയ്തതല്ല, നോർമൽ സ്ട്രീം തന്നെയാണ്. നോർമൽ സ്ട്രീം നിങ്ങൾക്ക് കയറി കാണുകയും ചെയ്യാം. അപ്പം എന്താണ് നാളെ 5 മണിക്ക് ശേഷം ആയിരിക്കും മാച്ച് വെക്കുന്നത്. 5 ടീമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ് 5 ടീംസ് ഉണ്ട്. ടീമിൽ തന്നെ 20 മെമ്പേഴ്സായിട്ട്. അപ്പോൾ 4v4 വെച്ചിട്ട് 5 ടീംസ് കാണും. അതിൽ പോയിന്റ്സ് എല്ലാ ടീമുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് കാണും. എന്നിട്ട് പോയിന്റ്സ് കാണും. പോയിന്റ്സ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വരുന്ന 2 ടീം തമ്മിൽ ഫൈനൽസ് ആയിരിക്കും. സെമി ഫൈനൽസ് ആയിട്ട് കാണത്തില്ല. സെമി ഫൈനൽസ് കാണാൻ ചാൻസ് കുറവായിരിക്കും. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ നാളെ. ആ പപ്പടം POV ആയിരിക്കും കാണുന്നതല്ലോ, സ്പെക്കായിരിക്കും. ഞാൻ സ്പെക്ക് ഞാൻ ചെയ്യാൻ അവൻ്റെ ചാനലിൽ തൽക്കാലത്തേക്ക് നാളത്തേക്ക് ഞാൻ ലൈവ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നാളെ ഞാനായിരിക്കും. ഓക്കെ, TD അതോ PUBG ആണോ അതോ GTA ആണോ? GTA PUBG അല്ല, GTA ആണ്, PUBG അല്ല. അപ്പം GTA TD ടൂർണമെൻ്റാണ്. TD എന്ന് ചോദിച്ചാൽ ഞങ്ങൾ PUBG കളിക്കുന്ന പെട്ടെന്ന് ആ രീതിയിൽ ചിന്തിച്ചാൽ കാണും. സോറി, GTA ആണ്. GTA 4v4 ആണ്, 4v4 ടൂർണമെൻ്റ് ആണ്. അപ്പം എന്തായാലും ബാക്കി അപ്ഡേറ്റ് ഞാൻ ഇന്നത്തെ രാത്രി സ്റ്റോറിയിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഞാനപ്പം ആരൊക്കെയാണ് പ്ലെയേഴ്സ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ടീം ഏതൊക്കെയാണ്, പ്ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ്, ഞാനൊന്ന് അതിൻ്റെ ലിസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. ഒറ്റ സെക്കൻഡ്. ഓക്കെ, അപ്പം കറൻലി 5 ടീംസാണ്. 5 ടീം ലീഡേഴ്സായിട്ട് വെച്ചേക്കുന്നത് സ്റ്റീവ് 1, ടീം സ്റ്റീവ്, ടീം വില്ലു, ടീം പപ്പു, ടീം സ്പീഡ്, ടീം ദാമു. ഈ 5 പേരാണ് ടീം ലീഡേഴ്സായിട്ട് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്ലെയേഴ്സ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീവിൻ്റെ ടീം സ്റ്റീവിൽ വരുമ്പോഴത്തേക്ക് സ്റ്റീവ്, നിക്ക്, രായൻ, സക്കീർ, അതാണ് ഫസ്റ്റ് ടീം. ടീം നമ്പർ 2 ടീം വില്ലുവിൻ്റെ ടീം വരുന്നത് വില്ലു, ട്രിക്കി, അമ്പത്തൂര്, നീഗൻ, അതാണ് ടീം നമ്പർ 2. ടീം നമ്പർ 3 വരുന്നത് പപ്പടം, ടീം പപ്പു ആണ്. ടീം വെജിറ്റ. അപ്പം വരുന്നത് ഇപ്പോൾ പ്ലെയേഴ്സ് വരുന്നത് വെച്ചാൽ പപ്പടം, ഫ്ലഫി, ബോബോയ്, ചന്ദ്രൻ, ഇവർ 4 രൂപയായിരിക്കും വരുന്നത്. ടീം നമ്പർ 4 സ്പീഡിൻ്റെ ടീമാണ്. അപ്പം അതിൽ സെർവർ ഏതാ? സെർവർ നമ്മൾ വേറൊരു സെർവർ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള സെർവറുകളല്ല, ലൈക്ക് അധോലോക സെർവറിൻ്റെ അകത്ത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടൊരു കസ്റ്റം എന്താണ് മാപ്പും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. TDMന് വേണ്ടിയിട്ട് പറ്റുന്നത് വെച്ചാൽ 2 സൈഡിലും ഈക്വലി ഫേവർ ആവുന്ന രീതിയിലുള്ള മാപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരു സൈഡിന് ഫേവർ കൂടുന്ന രീതിയിലുള്ള മാപ്പുകളല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു പ്രാക്ടീസ് എന്തായാലും കുറച്ചുകൂടി സെറ്റ് ആവാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുമല്ലോ. നാളത്തേക്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്യും. നാളെ മറ്റന്നാളത്തേക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നാളെ എത്രത്തോളം ഈ മാച്ചിന് ടൈം എടുക്കുമെന്ന് എനിക്കൂടാ. ഓരോ മാച്ച് 10 റൗണ്ട് ആയിരിക്കണം. ഫസ്റ്റ് 10 റൗണ്ട്സ് ഫിനിഷ് ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും വിൻ ചെയ്യുന്നത് ഓരോ മാച്ചും. അതേപോലെ മാപ്പുകളെല്ലാം സെയിം ആയിരിക്കില്ല, ഓരോരുത്തർക്കും ഓരോ മാപ്പായിട്ട് റാൻഡമായിട്ട് കിട്ടുന്നത്. അപ്പം അത് വേറൊരു കേസ്. ബഗ് ബണ്ടിലൊക്കെ ഉണ്ട് അതിൽ. അതെ. ഓക്കെ, അപ്പം ഞാനപ്പോൾ ഓൾറെഡി മൂന്ന് ടീമിൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി ഞാൻ 3 ടീമിൻ്റെ പേരല്ലേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ ടീം ഞാൻ പറഞ്ഞുതരാം. 4ാമത്തെ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നത് സ്പീഡിൻ്റെ ടീമാണ്. സ്പീഡിൻ്റെ ടീമിൽ സ്പീഡ്, സ്നൈപ്പ്, ഗുലാൻ, വില്ലി, ഇവർ 4 പേരാണ് കറൻ്റ് സ്പീഡിൻ്റെ ടീം വരുന്നത്. ടീം നമ്പർ 5 എന്ന് പറയുന്നത് ദാമുവിൻ്റെ ടീമാണ്. ദാമുവിൻ്റെ ടീം ദാമു, കണ്ണാപ്പി,
സ്ട്രില്ല്, ഓക്സി. ഈ 4 പേരാണ് ദാമു, കണ്ണാപ്പി, സ്ട്രില്ല്, ഓക്സി. ഈ 4 പേരാണ് ടീം ദാമു വരുന്നത്. അപ്പം ബാക്കി കുറച്ച് പ്ലേയേഴ്സ് കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവരെ ഇതാക്കായിരുന്നത്. ട്രബിളെ കണ്ടു. ഓക്കെ, ഇറ്റാച്ചി ഉണ്ടോ? ഇറ്റാച്ചി ഇപ്പം സിനർജി ഇമ്പ്രൂവ് ആവുകയാണ്. സിനർജി ഇമ്പ്രൂവ് ആവാനൊന്നുമല്ല ബ്രോ, എല്ലാവർക്കും ഒന്ന് എയിം പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം എന്നാൽ ബാനും കുറേ ഒരു ബാനല്ല, കുറേ ലൈക്ക് എന്തുവാണ് എന്തൊക്കെയോ കുറേ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കളിക്കാതിരിക്കുമല്ലോ. ഗ്യാങ് സിറ്റുവേഷൻസ് ഇല്ല. അതിന് മുമ്പായിട്ട് കുറേ ദിവസം എല്ലാവരും ഒരുമിച്ച് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ കുറവല്ലേ ഇപ്പം. കുറവെന്നല്ല, എന്നാലും ഡെയിലി സിറ്റുവേഷൻസ് ഇല്ലാത്ത കളിക്കാത്ത കുറേ ഒക്കെ ഉണ്ട്. അപ്പം കെവിന് ഫിൽട്ടർ ഏജിൽ കെവിന്റെ പേര് ആഡ് ചെയ്തെന്ന് വെച്ചാൽ കെവിന് ഇതില്ല ഗൈസ്, PC ഇല്ല ഇപ്പൊ കറന്റ്. അവന് PC കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അവന്റെ പേര് ആഡ് ചെയ്യാത്ത. ബാലന്റെ പേര് ആഡ് ചെയ്തത്, ബാലന്റെ മോണിറ്റർ കംപ്ലൈന്റ് ആയിട്ടിരിക്കുവാണ്, അതുകൊണ്ടാണ് ബാലന്റെ പേര് ആഡ് ചെയ്യാത്തത്. എന്തായാലും ഒരു റീസൺ കൊണ്ട് ഇല്ല. 6 ടീമാണ് ആദ്യം ഇട്ടത്, അതിൽ 4 പേർക്ക് അവൈലബിൾ അല്ല, മനസ്സിലായി. നാളെ അവർ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഇതാക്കാഞ്ഞത്. ഓക്കെ, വാസു അണ്ണൻ, മാമൻ, കണ്ണാപ്പി, ബോബോയ് ഒക്കെ ഓൾറെഡി ടീമിലുണ്ട് കേസ്. അവരൊന്നും കളിക്കത്തില്ല, ഈകളൊന്നും ഇല്ല. ആര് ഈകള് കളിക്കത്തില്ല. ഈകളിപ്പോൾ ഓൾറെഡി അവൻ അങ്ങനെ വാറും കാര്യങ്ങളൊന്നും അങ്ങനെ കളിക്കാറില്ല. അവൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന പബ്ജിയും പിന്നെ GTA RP ആണെങ്കിലും അങ്ങനെയല്ലേ ഫോക്കസ് ചെയ്യുന്നത്. ദാമു, കണ്ണാപ്പി, ലൗക്സി. അപ്പോൾ അതാണ് 5 ടീം ഇതൊക്കെയാണ് കേസ്. അപ്പം നാളെ 5 മണിക്കായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ ഇട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇന്ന് രാത്രി പോസ്റ്റർ ഇടാം. നിങ്ങൾക്ക് രാത്രി ആയപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ കളിക്കുന്നില്ല. ഞാൻ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെക്ക് ചെയ്യുക ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനായിരിക്കും സ്പെക്ക് ചെയ്തത്. ഞാനും ബാബു ആരെങ്കിലും ഒരാളെ കൂടി ഞാൻ വിളിക്കാം, ഫ്രീ ആയിട്ടുള്ള ആരെങ്കിലും